ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റിരുന്ന് പഠിക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു 4:30 ആയപ്പോൾ ഞാൻ എണീറ്റിട്ട് ഞാൻ ഫിസിക്സ് പഠിക്കുകയാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് തിങ്കളാഴ്ച തൊട്ട് എക്സാം ആയിരുന്നു, മിഡ് ടേം എക്സാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഫിസിക്സ് എക്സാമാണ്. ഇനി നാളെ ബയോളജി കൂടി ഉണ്ട്, അതുകൂടെ കഴിഞ്ഞു. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് ഗൈസ്. അപ്പോൾ ഞാനിരുന്ന് ഫിസിക്സ് പഠിക്കുവാണ്. ഫിസിക്സ് പഠിക്കുകയാണ് ഗൈസ്. എനിക്ക് പിന്നെ അടിയിലുണ്ട് മമ്മി അമ്മച്ചി അവിടെ എന്നിട്ട് ആ ഫുഡൊക്കെ ഉണ്ടാക്കലാണ്, കറി വയ്ക്കൽ, ചോറ് വയ്ക്കൽ, അങ്ങനെയുള്ള പരിപാടികളിലാണ്. അപ്പോൾ ഞാനിരുന്ന് പഠിക്കുകയാണ് ഗൈസ്. ഫിസിക്സൊക്കെ ഭയങ്കര ഒരു മാതിരിയാണ് ഗൈസ്. എനിക്ക് ട്യൂഷന് പോകണമെന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഫിസിക്സും കെമിസ്ട്രിയും മാത്രമേ കുറച്ച് പ്രശ്നമുള്ളൂ. മാത്സ് വലിയ കുഴപ്പമില്ല, എന്നാലും ഫിസിക്സ് കെമിസ്ട്രിക്കും മാത്സിനും ട്യൂഷന് പോകണമെന്നുണ്ട്. ചിലപ്പോൾ ഞാൻ കുറച്ച് തിങ്കളാഴ്ച തൊട്ട് അല്ലെങ്കിൽ ശനിയാഴ്ച തൊട്ട് ഞാൻ ട്യൂഷന് പോവും. അപ്പോൾ ഞാനിരുന്ന് പഠിക്കാൻ രണ്ട് ചാപ്റ്ററാണ്. ഫസ്റ്റത്തെ 2 ചാപ്റ്ററാണ് മിഡ് ടേമിന് എക്സാം. അപ്പോൾ പഠിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 6 മണി ആയിട്ടുണ്ട്. 6 മണിയായി. ഇനി ഒരു 7 മണി വരെ ഞാനിന്ന് പഠിക്കുന്നത് കഴിഞ്ഞാൽ ഞാൻ താഴെ പോയിട്ട് നമ്മൾ സ്കൂളിൽ പോകാനുള്ള പരിപാടികളൊക്കെ നടത്തും. അപ്പോൾ ഞാൻ ഇരുന്ന് പഠിക്കട്ടെ. കുറച്ചുകൂടി ഉണ്ട് പഠിക്കാൻ. പഠിച്ചൊന്നും തീർന്നിട്ടില്ല ഗൈസ്, അപ്പോൾ ഞാൻ വേഗം പഠിച്ചത് തീർക്കണം. ഫസ്റ്റത്തെ പാഠം കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ ഞാൻ പഠിച്ചിട്ടുണ്ടായി. മൺഡേ എക്സാം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇന്നലെ ഇരുന്ന് പഠിച്ച് തീർത്തു. ഇനി 2ാമത്തെ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഞാൻ പഠിക്കണം ഗൈസ്. അപ്പോൾ 2ാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ട് നമുക്ക് കാണാം ഗൈസ്. ഇപ്പോൾ രാവിലെ ഇവിടെ വെളിച്ചില്ല, അതുകൊണ്ട് ഞാൻ അവിടെ റിംഗ് ലൈറ്റൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര ഒരു മാതിരി ഇരുണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് റിംഗ് ലൈറ്റ് വെച്ചു, അതിൻ്റെ വെളിച്ചിങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പഠിക്കട്ടെ. അങ്ങനെ ഗൈസ്, നമ്മുടെ പഠിപ്പൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ താഴത്തേക്ക് പോവാണ്. ഞാൻ ബാഗൊക്കെ കൊണ്ടാണ് താഴത്തേക്ക് പോവുക. ബാഗിൽ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ താഴത്തേക്ക് പോവും. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ റൂമിനോട് വിട പറയുകയാണ്. ബൈ റൂം. ലൈറ്റ് ഓഫ് ആക്കിയില്ലെങ്കിൽ അമ്മ കിടന്ന് ഒരിതും പറയും, കറണ്ട് ബില്ല് കൊടുക്കാനില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ ആൽഫ് ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ ആൽഫ് രാവിലെ ടാബ് നോക്കി കിടക്കണം. പിന്നെ നമുക്ക് താഴത്തേക്ക് പോകാം ഗൈസ്. താഴെ എന്ന് പറയുമ്പോൾ മമ്മ സൈ നടക്കും. മമ്മയല്ല എന്നെ എടുക്കണേ, അല്ല. അപ്പോൾ ഞാൻ ഈ ഫുഡ് കഴിക്കാനല്ല അപ്പോൾ ഞാനിനി എന്തായിരുന്നു എന്തൊരു പറയണമെന്നാ. അപ്പോൾ ഞാനിനി ബാഗോടെ ഊരി വയ്ക്കും. ബാഗോടെ വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള പണികൾ ചെയ്യും. പല്ല് തേച്ചിട്ടില്ലേ ഗൈസ്. ഒരാൾ പോത്ത് പോലെ കിടക്കുകയാണ്. കിടക്കല്ലേ, എണീറ്റില്ലേ? അച്ഛായിട്ട് മുഖം മൂടുന്നവൻ. ഇന്നത്തെ കറികൾ നമുക്ക് നോക്കാം. വാവ് ഗൈസ്, ഇത് ക്യാബേജ് ആൻഡ് ക്യാരറ്റ് കറിയാണ്. ഇതെന്താ, ബീട്രൂട്ട് ഉരുളക്കിഴങ്ങാണോ? പിന്നെ ഗൈസ്, 2 മാസം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വീട് മാറാണ് ഗൈസ്. ഈ വീടിനോട് നമ്മൾ വിട പറയുകയാണ്. അപ്പം നമ്മൾ ഈ വീട് മാറാണ്. 2 മാസം കൂടെ കഴിഞ്ഞു ഗൈസ്. 2 മാസം കൂടെ ഉള്ളു ഇനി ഈ വീട്ടിൽ നമ്മുടെ സുഖവാസം. ഇത് കഴിഞ്ഞാൽ നമ്മൾ മുറുക്കിനിക്കര ഒരു വീട് നമ്മൾ നോക്കിയിട്ടുണ്ട്. അവിടെ പൈസ അഡ്വാൻസ് കൊടുത്തില്ലേ? അഡ്വാൻസ് ഒക്കെ കൊടുത്തു. അപ്പം നമ്മൾ 2 മാസം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോവും. അപ്പുറത്തെ പള്ളി ഉണ്ടായിരുന്നു ഗൈസ്. ഓണം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പോൾ എൻ്റെ ഓണം എക്സാമൊക്കെ കഴിയും. നമുക്ക് ആ വെക്കേഷനിൽ മാറാം. അമ്മ അല്ലെങ്കിൽ സീനോ വലക്കാവ് പോണ ആ ഒരു ഭാഗത്ത്. പിന്നെ നമുക്ക് വീട് മാറണമെന്ന് വെച്ചാൽ നമ്മൾ കൊല്ലത്തിൽ ഓരോ കൊല്ലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. പിന്നെ മമ്മയുടെ കാറൊക്കെ കയറ്റിയിട്ട സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. വലിയ സ്ഥലമാണ്. മുറ്റം ഇങ്ങനെ ഇതൊന്നല്ല, അത്യാവശ്യം വലിയ മുറ്റാണ്. അതിൻ്റെ വീടൊക്കെ പോയി കണ്ടു. കുഴപ്പമില്ല, നല്ല വീടാണ്.
അത്യാവശ്യം വലിയ റൂമൊക്കെയാണ്, കുഴപ്പമില്ല, നല്ല വീടാണ്. അങ്ങനെ ഗൈസ് പല്ലരച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ പോയി കുളിച്ചിട്ട് വരാം. കുളിച്ച് വന്നിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ. വിശക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ തല കുളിക്കാറില്ല. സ്കൂളിൽ പോണ ദിവസം ഞാൻ അങ്ങനെ തല കുളിക്കാറില്ല. ഞാൻ ഈ ശനി ഞായർ ആ സമയത്തൊക്കെയാണ് കുളിക്കുക. കാരണം തല കുളിച്ചിട്ട് പോയി കഴിഞ്ഞാൽ തല ആകെ ഇങ്ങനെ ഒട്ടി കിടക്കുക, ഉണങ്ങില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എന്നും അങ്ങനെ തല കുളിക്കാൻ പാടില്ല എന്നാണ്. നമ്മൾ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ തല കുളിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ ശനിയാഴ്ചയാണ് തല കുളിക്കാറ്, ശനി ഞായറൊക്കെ ആയിട്ട് തല കുളിക്കാറ്. അപ്പോൾ ഞാൻ ഇനി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിക്കാൻ പോവാണ്, കഴിക്കാം. ഫുഡിന്ന് തന്നെ കറി. ഗൈസ് എൻ്റെ പ്ലേറ്റ് കണ്ടോ? ഈ പ്ലേറ്റിൽ ഞാൻ ഫുഡ് കഴിക്കുള്ളൂ. ഇതിന് ചോറ്, ബീട്രൂട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല, എന്നാലും കുഴപ്പമില്ല. ഉരുളൻകിഴങ്ങ് എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കഴിക്കും. ഇതിനകത്ത് ബീട്രൂട്ട് കുറവാന്ന് തോന്നുന്നുണ്ട്. കുറച്ച് ചോറ് കഴിക്കണായിരിക്കട്ടെ മാളു വയറിന്. നമുക്കിനി ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇനി കണ്ണെഴുതാണ്. ഇനി നമുക്ക് ഒരുങ്ങാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറി തൊടാൻ. അപ്പോൾ കുറേ പേര് ചോദിക്കും ഹിന്ദു ആണോ എന്ന്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, ക്രിസ്ത്യൻസ് കുറിയൊക്കെ തൊടും. ഞാൻ മറ്റേ എന്താ പറയുക, കളഭമില്ലേ, കളഭമാണ് തൊടാറ്. കളഭമാണ് ഗൈസ് ഞാൻ തൊടാറ്. അപ്പോൾ ക്രിസ്ത്യൻസും കുറിയൊക്കെ തൊടും കേട്ടോ. കുറി തൊടുമ്പോൾ ആൾക്കാർക്ക് ഡൗട്ടാവും, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി കുറി തൊടാം. കുറി ഞാനൊരു സാധനത്തിനകത്ത് ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫൗണ്ടേഷൻ കുറച്ച് മിക്സ് ആക്കും. അപ്പോൾ ഗൈസ് എൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ മുടി കെട്ടി. മുടി ഇങ്ങനെ കെട്ടാറാണ് പതിവ്. അപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടി ഞാൻ ഇനി സ്കൂളിൽ പോവാണ് ഗൈസ്. ഇതാ വന്ന ആൽഫി വന്നിരിക്കണം അവിടെ. അപ്പോൾ നമുക്ക് സ്കൂളിൽ പോകാം. ഇനി മമ്മ കൊണ്ടാക്കും. മമ്മ എന്നെ സ്കൂട്ടിയിൽ കൊണ്ടാക്കും. സ്കൂട്ടിയിൽ ഇനിയിപ്പോൾ സമയം എനിക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ കാറിൽ പോവായിരുന്നു. ഇനിയിപ്പോൾ സ്കൂട്ടിയിൽ പോവും. അപ്പോൾ ഗൈസ് നമുക്ക് സ്കൂളിൽ പോകാം. കാറിൻ്റെ താക്കോലാണ് ഗൈസ്. ഇതിൽ നമ്മുടെ ഏതാണെന്ന് അറിയാം. ടോം ആൻഡ് ജെറി. മാത്രം പോരെ, കുറച്ച് വൈബൊക്കെ വേണം സ്കൂളാകുമ്പോ. വൈബ് വേണത്ര ഉമ്മ. എനിക്ക് ഉമ്മ തരാണ്ട് പോയി. എന്താ ചെക്കനെ കാണാൻ? ചെക്കൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്ടേ വെളുത്തു പുട്ടി. അത്രേ ഐഫോണിന്റെ ഗുണം അല്ലല്ലോ, ഇതൊന്നും തേക്കാനുള്ളതാ. അതേണ്ട ഒരു കുരുവൊന്നും വേണ്ട. നമുക്കൊരു മാളുവിനെ സ്കൂളിലാക്കി വന്നു. നമ്മളെങ്ങടാ പോണേ? വണ്ടിയുടെ പൊല്യൂഷന്റെ ടെസ്റ്റ് തീർന്നിട്ടിരിക്കണ. അപ്പോൾ കാറിന്റെ എനിക്ക് സത്യം പറഞ്ഞ പെട്രോൾ അടിക്കാൻ പോവാൻ, പിന്നെ പൊല്യൂഷന്റെ ടെസ്റ്റ് എടുക്കാൻ പോവാൻ ഒക്കെ ഒരു ടെൻഷനാ. ഈ വീട്ടിൽ തന്നെ കുഞ്ഞാറ്റയുടെ സ്കൂള്. അപ്പൊ കുഞ്ഞാറ്റ മാത്രല്ല പുത്തൂര് സ്കൂളില്. അവിടെ +1 +2 ഉണ്ട്.
അപ്പൊ ഗൈസ് നമ്മുടെ വണ്ടീനെ ഒന്ന് കുറച്ച് ഒന്ന് ഓടിച്ചിട്ട് വേണം പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാൻ പോവാൻ. അത് കാരണം ഞങ്ങള് വെറുതെ മരൊട്ടിച്ചാല് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ. നമ്മുടെ വീടിന്റെ അടുത്താട്ടോ മരൊട്ടിച്ചാല്. ഞാൻ കുഞ്ഞാറ്റും കൂടി കടയിൽ പോവാണ് ഗൈസ്. വാ നമുക്ക് പോയിട്ട് നാളെ 10 ആകുമ്പോഴാണ് വരാം. നമുക്ക് ഉണ്ടാക്കാം അല്ലേ? പഴമുടി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കണ്ടേ? അപ്പൊ ഗൈസ് ചേച്ചി സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് പറയും ചായക്ക് ഒന്നുമില്ലെന്ന്. അപ്പൊ മാടച്ചേരിക്ക് നല്ല ഇഷ്ടമാണ് പഴംപൊരി. അപ്പൊ നമ്മള് പഴംപൊരിക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഉണ്ടാക്കാൻ അറിയാം. കുഞ്ഞാറ്റിക്ക് എന്തിട്ട് മേടിച്ചേക്കണ? കപ്പലണ്ടിയാ? എത്ര ഇഷ്ടം അത്? കൈ പിടിച്ചോ നീ. പോവാം. അപ്പൊ വീട്ടിൽ പോയിട്ടാണ് എല്ലാം ചെയ്യേണ്ടത്, ഉണ്ടാക്കേണ്ടത്. അപ്പൊ മാവ് ഇപ്പൊ നമ്മള് പരിവാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാ? യെസ്, ഈ ഒരു പരുവ് മതി. ഇനി നമ്മളെ ഗൈസ് കറുപ്പുട അയില വരുന്നുണ്ട്. കറപ്പുറയാ? എനിക്കറിയില്ല. കടപ്പുറ കാണിച്ചു കൊടുക്കും. ശരി. കഴിയുമ്പോ വെള്ള കളറാ പോയില്ല. ആ വെള്ളയാവും തോറും അതിന് ഇതാവുന്നല്ലേ, പഴക്കാവും. നമ്മുടെ പഴംപൊരി നേരെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ എക്സാം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കിട്ടിയിട്ടില്ല, എനിക്ക് തിങ്കളാഴ്ച കിട്ടുന്നുണ്ട്. എക്സാം റിസൾട്ട് വേണോ ഗൈസ്? മിഡ് ടേം ഇല്ല, ഓണം എക്സാമിന്റെ റിസൾട്ട് മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. അവൾക്ക് 10 ഇവൾക്ക് ആദ്യമിത്രക്ക് 14. കെമിസ്ട്രിയില് വലിയ ഇതില്ല എനിക്ക്. ഫസ്റ്റത്തെ എക്സാം ആയിരുന്നു കെമിസ്ട്രി. ഫിസിക്സ് കുഴപ്പമില്ലാണ്ടൊക്കെ എഴുതി എനിക്ക് ഇറങ്ങണം. തിങ്കളാഴ്ച ട്യൂഷന് പോവാം. അല്ല, ശനിയാഴ്ച പോവാം. ഫിസിക്സിന്റെ ഒരു പാഠം മൺഡേ എക്സാം ഉണ്ട്. എക്സാം ഫുൾ എക്സാം. ചേട്ടൻ സ്നേഹം, ചേട്ടന്റെ മുത്താണ് ഇത്. വാ വാ പറഞ്ഞേ. ഉണ്ണി കുഞ്ഞാമി പൊന്നി. ഏതാ പരീക്ഷ നാളെ? അടുത്ത കുട്ടിക്ക് ഞാൻ ഫുഡല്ല, ഞാൻ പഴംപൊരിയൊക്കെ കഴിച്ചു. പഴംപൊരി കഴിച്ച് ഞാൻ അതേ ഡ്രസ്സ് മാറി. അപ്പം ഇനി ഞാൻ പഠിക്കാൻ പോവാണ് ഗൈസ്. ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല, അപ്പോൾ ഞാൻ പഠിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന്. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും, പുതിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഈവനിങ് വ്ളോഗൊക്കെ നമ്മൾ വരും. അപ്പം ഞാൻ പോയി പഠിക്കാനാണ് പോകുന്നത്. ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പഠിക്കാറിയാം. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിലവിളിച്ചാൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ടാറ്റാ.